നോക്കിക്കോ, നീ ദുഃഖിക്കും. അവന്റെ ആവശ്യം കഴിഞ്ഞാൽ അവൻ എന്നെ ഇട്ടുപോകും. ഫാദർ സൈമന്റെ ആശ്രമത്തിൽ വെച്ചാണ് അവൾ എന്നെ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഭ്രാന്താണ്. നിങ്ങളുടെ ഈ ഭ്രാന്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാണ്. എന്റെ നന്ദന്റെ ഓർമ്മകൾ എന്നിൽ ഭ്രാന്ത് നിറയ്ക്കുകയാണ്. എന്നാ എന്റെ ആശാന, ഇത് പൊതു മീറ്റിംഗിൽ ഞാൻ അവിടെ അവതരിപ്പിക്കാം. അവിടെ മറുപടി പറഞ്ഞാൽ മതി. എന്താ പറ്റുമോ? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് 5 വർഷം LLB പഠിച്ച് നിയമവശം പഠിച്ച് വക്കീലായ കുട്ടികളാ. അവരൊന്നും പഠിപ്പിക്കാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ ഒരു പണി നമുക്ക് കാണാം കേട്ടാ. മിസ്സിസ് മീര കൃഷ്ണമൂർത്തി. വിടോ നോൺസെൻസ്. കുടുംബകാര്യങ്ങൾ കേൾക്കാനുള്ള സമയം എനിക്കില്ല. അടുത്ത ആഴ്ച മിഷൻ വരും. ഇതെല്ലാം ഇടിച്ചു നേരത്തെ എനിക്ക് പണി തുടങ്ങണ്ടേ? നടുതളർന്ന ഭാര്യയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, അവരും കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോകും? ഈ വീടും പറമ്പും വിറ്റാലും നിങ്ങളുടെ മോൻ വാങ്ങിയ പൈസയോളം വരില്ല. ആധാരം പണയപ്പെടുത്തിയിട്ടാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അടുത്ത ആഴ്ച വരുന്നത് ഞാനായിരിക്കില്ല. ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു ശാപം എന്നെ കൊണ്ട് ഇടിപ്പിക്കരുത്. വിഷമിക്കണ്ട, അവന്റെ ആത്മാവിന് മോശം കിട്ടട്ടെ. നിനക്ക് ഞാനില്ലേ? നമ്മൾ ഒന്നല്ലേ?